Hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഒക്കെ ഞാൻ സാംസങ്ങിന്റെ രണ്ട് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺസിനെ പറ്റിയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺസ് ആണ് സാംസങ്ങിന്റെ തന്നെ ഗാലക്സി A52യും A72യും. അപ്പോൾ സാംസങ് തന്നെ ഒഫീഷ്യലി പറഞ്ഞൊരു കാര്യമാണ്, അവർ മാർച്ച് 17-ാം തീയതി ആയിരിക്കും A52യും A72യും ഒഫീഷ്യലി കൊറിയയിൽ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ പതുക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയിലും വരുമായിരിക്കും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഒക്കെ A51ഉം A71ൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് A52യും A72ലും വന്നത് അതിനെ പറ്റിയായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട, കാരണം വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടി ഞെക്കുക. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടി ഞെക്കുക. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ A52യും A72നെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഓവറോൾ നല്ല പാക്കേജ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. യൂട്യൂബിൽ ഒരാൾ A52യുടെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ റിലീസ് ആവാത്ത ഫോണാണ്, പക്ഷേ ഒരാൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം, അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണുന്നുണ്ട് ഈ വർഷം നമുക്ക് S21 അൾട്ര പോലെ ആയിരിക്കും അതിൻ്റെ ഡിസൈൻ. നിങ്ങൾക്ക് മാറ്റ് ഫിനിഷ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സീരീസിലെ സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്ലോസി ഫിനിഷ് ആയിരിക്കും. അപ്പോൾ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം മാറ്റ് ഫിനിഷ് ഒക്കെ ആയിട്ടാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ S21 അൾട്ര പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ S20 FE പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുപോലത്തെ ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബറാണ് ഇതെല്ലാം ചെയ്തത്. എനിക്കൊന്ന് സാംസങ് വർക്ക് ചെയ്യുന്ന ആൾ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും റിവ്യൂ യൂണിറ്റ് കിട്ടിയതായിരിക്കും. അപ്പോൾ അങ്ങനെ വല്ലതായിരിക്കും അൺബോക്സ് ചെയ്തത്. അപ്പോൾ വേറെ ചാൻസും ഇല്ല, കാരണം വെച്ചാൽ സാംസങ്ങിന് വർക്ക് ചെയ്യുന്ന വല്ലവരായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വിടാം. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് നല്ല ഡിസൈൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത് A52ലും A72ലും. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുമോ ഇല്ലോ. ഈ വർഷം നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ IP റേറ്റിംഗും കിട്ടുന്നുണ്ട്. വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതും നിങ്ങളൊന്ന് ആലോചിക്കണം. പിന്നെ A52നെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വേരിയൻസ് കിട്ടുന്നുണ്ട്. ഒന്ന് 4G വേരിയന്റ്, ഒന്ന് 5G വേരിയന്റ്. അപ്പോൾ ചിലവർ പറയുന്നുണ്ട് 5G വേരിയന്റ് ഇന്ത്യയിൽ വരുമായിരിക്കും, പക്ഷേ ചിലവർ പറയുന്നുണ്ട് വരത്തില്ലായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല. എനിക്കൊന്ന് മിക്കവാറും വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ 4G വേരിയന്റിനകത്ത് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 720G ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പിന്നെ 5G വേരിയന്റിനകത്ത് 750G ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നല്ല പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ 4G വേരിയന്റിനകത്ത് നിങ്ങൾക്ക് 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സ്ക്രീൻ കിട്ടുന്നുണ്ട്. പിന്നെ 5G വേരിയന്റിനകത്ത് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സ്ക്രീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രൈസിങ്ങും ഡിഫറൻസ് ഒക്കെ കാണുമായിരിക്കും 4Gയും 5G വേരിയൻസിനകത്ത്. അപ്പോൾ നല്ല പാക്കേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും. അപ്പോൾ റിഫ്രഷ് റേറ്റിന്റെ ഒക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ 720Gയുടെ 90 ഹെർട്സിന്റെ ധാരാളം തന്നെയാണ്. അപ്പോൾ 750Gയിൽ എനിക്കൊന്ന് 120 ഹെർട്സ് കുറച്ച് കൂടിപ്പോയി, കാരണം എന്ന് വെച്ചാൽ പ്രോസസ്സറിൽ ലോഡ് വരാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾ നോക്കണം. ഈ വർഷം ഒരു സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് വന്നിട്ടുണ്ട്, അതും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ A72ലും ഇതുപോലെ തന്നെ കാര്യങ്ങളാണ്. 720Gയും 750G 4G 5G വേരിയൻസ് തന്നെയാണ്. അപ്പോൾ രണ്ടും സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും കിട്ടാൻ പോകുന്നത്. അപ്പോൾ റീഫ്രഷ് റേറ്റിനെ പറ്റി പറഞ്ഞപ്പോഴായിരുന്നു ഒരു കാര്യം ഓർത്തത്. ഈ സ്മാർട്ട് ഫോൺ അത് നിങ്ങൾക്ക് ഈ വർഷം നല്ല ഡിസ്പ്ലേ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ സാംസങ് ഫോൺസിന്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് അറിയിക്കും നല്ല ഡിസ്പ്ലേ തന്നെയാണ്. അവരുടെ ഫോൺസിനകത്ത് അവർ ബെസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കും. ബാക്കിയുള്ളവർക്ക് അവരുടെ സാധാ ഡിസ്പ്ലേ ഒക്കെ കൊടുക്കും. ഇപ്പോൾ ആപ്പിൾ ആയിക്കോട്ടെ, ഏതെങ്കിലും കമ്പനി ആയിക്കോട്ടെ, അവർ സാംസങ്ങിൽ നിന്നായിരിക്കും ഡിസ്പ്ലേസ് വാങ്ങുന്നത്. പക്ഷേ സാംസങ് അവരുടെ സ്മാർട്ട് ഫോണിനകത്ത് നല്ല ഡിസ്പ്ലേ ആയിരിക്കും ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് A52നകത്ത് 6.5 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. 1080p ഡിസ്പ്ലേ ആയിരിക്കും. A72നകത്ത് 6.7 ഇഞ്ചിന്റെ 1080p ഡിസ്പ്ലേ ആയിരിക്കും. സൂപ്പർ AMOLED തന്നെയായിരിക്കും. 4G വേരിയന്റിനകത്ത് 90 ഹെർട്സ്, 5G വേരിയന്റിനകത്ത് 120 ഹെർട്സ്, അതും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ നല്ല ഡിസ്പ്ലേസ് തന്നെയാണ്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇൻഫിനിറ്റി ഡിസൈൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത് ഇപ്രാവശ്യവും. അപ്പോൾ നല്ല ഡിസ്പ്ലേസ് തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ സാംസങ് നിങ്ങൾക്ക് ഈ വർഷം നല്ല ഡിസ്പ്ലേ ആയിരിക്കും തരാൻ പോകുന്നത്. ഒരു കോംപ്രമൈസും ഇല്ല, നിങ്ങൾ ഒരു കംപ്ലൈന്റിനൊന്നും പോകത്തില്ല. നല്ല ഡിസ്പ്ലേസ് തന്നെയാണ്. സൂപ്പർ AMOLED കൂടെയാണ്, 1080p ആണ്, ഒരു കുഴപ്പമൊന്നും വരത്തില്ല. നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ആയിരിക്കും രണ്ട് സ്മാർട്ട് ഫോണിനകത്തും കിട്ടാൻ പോകുന്നത്. A52നകത്ത് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, 5 മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമറ, 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതേസമയം A72നെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്, 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്. അത് നല്ലത് തന്നെയാണ്. പിന്നെ 8 മെഗാ പിക്സലിന്റെ നിങ്ങൾക്ക് ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ചേഞ്ച് തന്നെയാണ് A52യും A72നകത്ത്. അപ്പോൾ A52നകത്ത് നിങ്ങൾക്ക് മാക്രോ ക്യാമറ കിട്ടുന്നുണ്ട്, പക്ഷേ A72നകത്തില്ല. A72നകത്ത് ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നുണ്ട്, അത് A52നകത്തില്ല. അത് നിങ്ങൾ നോക്കണം. പിന്നെ ഡെപ്ത് ക്യാമറയുണ്ട്, അത് 5 മെഗാ പിക്സലിന്റെ എങ്ങാണ്ടാണ്, 5 or 8 മെഗാ പിക്സലിന്റെ എങ്ങാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെപ്ത് ടെലിഫോട്ടോ അൾട്രാ വൈഡ് മെയിൻ ക്യാമറ നിങ്ങൾക്ക് A72നകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ക്യാമറ തന്നെയാണ്. മാക്രോ ക്യാമറ A52ലേ ഉള്ളൂ, ടെലിഫോട്ടോ A72ലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർക്കണം. ഈ വർഷം നല്ല ക്യാമറാസ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലിലാണ്, അതും നല്ല ക്യാമറ തന്നെയാണ്. സെയിം ക്യാമറ തന്നെയായിരുന്നു A51ഉം A71നകത്ത് പോലെ തന്നെ. പക്ഷേ ഈ വർഷം നിങ്ങൾക്ക് നല്ല
ISP കിട്ടുന്നുണ്ട്, ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ്. അപ്പോൾ പുതിയ ഹാർഡ്വെയർ ഒക്കെയാണ് സ്നാപ്ഡ്രാഗൺ 720Gയും 750G. അപ്പോൾ അതിൻ്റെ ISP നല്ലത് തന്നെയാണ്. അപ്പോൾ നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ വർഷം. അപ്പോൾ ഇനി നിങ്ങൾക്ക് 4K 60 FPS 4K 30 FPS വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 1080p വീഡിയോസ് നിങ്ങൾക്ക് റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോസും ഫോട്ടോസും ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നോക്ക് സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്, അത് വേറെ സ്മാർട്ട് ഫോണിനകത്തൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ ഓർക്കണം. ഓവറോൾ നല്ല ക്യാമറ ക്വാളിറ്റി, നല്ല ഡിസ്പ്ലേ തന്നെയാണ് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നത്. അപ്പോൾ പെർഫോമൻസും ഞാൻ പറഞ്ഞായിരുന്നു 720G 4G വേരിയൻറ്റ്, 750G 5G വേരിയൻറ്റും കൂടെയാണ്. പിന്നെ 128GB വേരിയൻറ്റ് ഉണ്ട്, 256GB വേരിയൻറ്റ് ഉണ്ട്, 128GB 8GB റാം വേരിയൻറ്റ് ഉണ്ട്, 256GB 12GB റാം വേരിയന്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമായിരിക്കും. അപ്പോൾ ക്യാമറാസിന്റെ കാര്യത്തിൽ വേറൊരു അപ്ഗ്രേഡും കൂടെ വന്നിട്ടുണ്ട്. ഈ വർഷം നിങ്ങൾക്ക് 2 സ്മാർട്ട് ഫോണിനകത്ത് OIS കിട്ടുന്നുണ്ട്. ഈ 2 സ്മാർട്ട് ഫോണിനകത്ത് EIS ഇല്ല. നേരത്തെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ A51ഉം A71ഉം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് EIS ഉള്ളായിരുന്നു, OIS ഒന്നുമില്ല. ഇപ്രാവശ്യം അവർ EIS കട്ട് ചെയ്തിട്ട് OIS ഇട്ടു. അതൊരു നല്ല കാര്യം തന്നെയാണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഷേക്ക് ആയിട്ടൊന്നും വരത്തില്ല. ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേബിൾ വീഡിയോസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഈ സ്മാർട്ട് ഫോണിനകത്ത്. അത് നല്ല കാര്യം തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിനകത്ത്. അപ്പോൾ നല്ല സ്മാർട്ട് ഫോൺസ് തന്നെയാണ്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് 4Gയും 5G വരുന്നത് സ്നാപ്ഡ്രാഗന്റെ 720Gയും 750G ആണ്. അപ്പോൾ സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സർ ആയതുകൊണ്ട് ഗെയിമിംഗിൽ ഒരു കുഴപ്പമൊന്നും വരുന്നില്ല. പിന്നെ Adreno 690ന്റെ GPU കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല GPU തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ ഗെയിമിംഗ് 720G 750G അതിന്റെ Gന്റെ അർത്ഥം ഗെയിമിംഗ് തന്നെയാണ്. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസ് നല്ലത് തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ സ്റ്റോറേജ് വേരിയൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 128GB 6GB വേരിയന്റ് ഉണ്ട്, 256GB 8GB വേരിയന്റ് ഉണ്ട്, UFS 2.1 സപ്പോർട്ടൊക്കെ ഉണ്ട്. ആപ്സ് ഉള്ള തുറക്കുവാണെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരുന്നില്ല. കാരണം വെച്ചാൽ വേഗം തന്നെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ തുറക്കും. കാരണം വെച്ചാൽ പുതിയ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഉണ്ട്, UFS 2.1 ഉണ്ട്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. നിങ്ങൾ കഴിഞ്ഞ A50 സീരീസ് നോക്കുവാണെങ്കിൽ A50 A51 നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് Exynos ആയിരുന്നു, സാംസങ് ഉണ്ടാക്കുന്ന പ്രോസസ്സർ ആയിരുന്നു. പക്ഷേ ഈ വർഷം ക്വാൽക്കം ഉണ്ടാക്കുന്ന സ്നാപ്ഡ്രാഗൺ ആണ് അവർ ഈ സ്മാർട്ട് ഫോണിനകത്ത് ഇടാൻ പോകുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ ആണ്ട് ഗെയിമിംഗിൽ ഒരു കുഴപ്പം വരുത്തില്ല, നല്ല ഫോട്ടോസും കിട്ടും, കൂടുതൽ ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ് കിട്ടും. അപ്പോൾ നല്ല കാര്യങ്ങളാണ്. ക്യാമറാസിനും അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്, പെർഫോമൻസിനും ഡിസ്പ്ലേസിലും എല്ലാത്തിലും അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയായിരുന്നു. നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. 4500 mAh ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും ഈ വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും S21 സീരീസ് പോലെ അവർ ചാർജറെല്ലാം എടുത്ത് കളയുമെന്ന്. കാരണം വെച്ചാൽ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനകത്ത് അതൊന്നുമില്ല. പക്ഷേ ഈ ഫോൺസിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ചാർജറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 25 വാട്ടിന്റെ ചാർജർ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ പോലും കിട്ടുന്നില്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻസ് ഒന്നുമില്ല, കാരണം വെച്ചാൽ ഇത് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ ഇത് കാരണം ബാറ്ററി ബാക്കപ്പ് നല്ല തന്നെയാണ്. ഗെയിമിംഗ് ചെയ്യുക, വീഡിയോ കാണുക, എന്തെങ്കിലും ചെയ്യാൻ, സോഷ്യൽ മീഡിയ നിങ്ങൾ ബ്രൗസ് ചെയ്യുക, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ അത് കിട്ടുന്നുണ്ട്. സുഖമായിട്ട് ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടും. ബാറ്ററീസിനും ഒരു കോംപ്രമൈസ് ഒന്നുമില്ല ഈ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ റൂമേഴ്സിനകത്ത് പറയുന്നുണ്ട് A52 4G വേരിയന്റ് നിങ്ങൾക്ക് 26,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ A72 4G വേരിയന്റ് നിങ്ങൾക്ക് 35,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു A72 കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അതിനകത്ത് കൂടുതൽ ഡിസ്പ്ലേ ഉള്ളൂ, വേറൊരു ബെനിഫിറ്റും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ടെലിഫോട്ടോ ക്യാമറ ഉണ്ട്, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ Android 11 നിങ്ങൾക്കറിയാം ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നുണ്ട്. 1UI 3.0 അതിനകത്താണ് വരുന്നത്. അപ്പോൾ അതും ഉണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. നിങ്ങൾക്ക് 1U ആയിരിക്കും കിട്ടാൻ പോകുന്നത് Android 11. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. 26,000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് A52 വാങ്ങണോ വേണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇതാണ് എസ്റ്റിമേറ്റഡ് പ്രൈസ്. ചിലപ്പം 23,000 വരെ ആവാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റത്തില്ല. പ്രൈസിങ് ജസ്റ്റ് റൂമേഴ്സ് ആണ് വന്നത്, കറക്റ്റ് പ്രൈസിംഗ് ഒന്നുമില്ല. എനിക്ക് തോന്നി A72 കുറച്ച് ഓവർ പ്രൈസ് ആണ്. കാരണം വെച്ചാൽ പ്രോസസ്സർ വെർത്തിയല്ല ആ പ്രൈസിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ. A52 പിന്നെയും പോട്ടെ വെർത്തിയാണ്, പക്ഷേ A72 എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോൺസിനെ കുറിച്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പലരും കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു നിങ്ങൾക്ക് ഈ ഫോണിനകത്ത് മോണോ ഓഡിയോ കിട്ടുന്നുള്ളൂ, നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നുമില്ല. പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾക്ക് A52ഉം A72നകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്, ലൗഡും കൂടെയാണ്, ഹെഡ്ഫോൺ ജാക്കും കിട്ടുന്നുണ്ട്. വേറെ എന്താ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയും. ഇപ്പോൾ നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് നോക്കുവാണെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. നിങ്ങൾ ബഡ്ജറ്റ് ഫോൺസിൽ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് രണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ് ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഈ വീഡിയോ ഒക്കെ. ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. A52ഉം A72നെ പറ്റി ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രൈസിംഗ് ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, പ്രോസസ്സർ ആയിക്കോട്ടെ, ഡിസൈനോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.